തണുപ്പാണ്. അപ്പോൾ ഭയങ്കര കോൾഡ് ആയതുകൊണ്ട് അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ സിയനെ കളിക്കും. സിയന് ഒരു ഹെഡ്ഷോഗിൻ്റെ ഒരു ഹുഡീസാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് റിസോർട്ടിൽ പോകാൻ പോവാണ്. ഹിൽട്ടൺ സൽവാർ റിസോർട്ടാണ്, സൽവാർ റോഡ് റിസോർട്ട്. സോ നമ്മളിപ്പോൾ പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. സിയ പാക്ക് ചെയ്തോ? ഓക്കെ, പാലിയൊന്നും കൊണ്ടുപോകണ്ട. അത് നമ്മൾ അവൻ്റെയാണ് പാക്ക് ചെയ്യുന്നത്. സോ സിയ പാക്ക് ചെയ്യാം. ഭയങ്കര ദേഷ്യത്തില്ല. ശരി ശരി, നമുക്കിതാ ഓക്കെ ഓക്കെ. അത് ബിഗ് ആയി കേട്ടോ. എല്ലാരും ഇതൊക്കെ കൊണ്ടോണോ? ഈ ഗ്ലൗസ് എടുത്ത് വെക്ക. ബ്രഷ്, ടൂത്ത് പേസ്റ്റ് മതിയില്ല? ഓക്കെ, പെൻസിൽ. ഇതൊക്കെ എന്താ അവിടെ ഒരു വർഷം താമസിക്കാൻ പോവാ? ബുക്സ് അവൻ്റെ ഒരു ലോഡ് ഉണ്ട് കേട്ടോ. പരിപാടി ഇവിടെ ഇതുണ്ട്. ഞങ്ങളുടെ പാക്കിംഗ് ആണ് ഇതിപ്പം. എൻ്റെതും മമ്മേൻ്റെതും പാക്ക് ചെയ്യാണ് ഞാൻ. ഇതൊരു കൂട്ടാണ്. ഇതിപ്പം വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഞങ്ങൾ വിൻ്റർ ക്ലോത്ത്സ് ആണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. ഇത് പപ്പേറ്റതാണ്. ഇതെല്ലാം പാക്ക് ചെയ്തപ്പോൾ പിന്നെ ഇത് സിയപ്പ ഫസ്റ്റ് എയ്ഡ് കിറ്റ് എടുത്ത് വെച്ചതാണ്. ഇതെന്തിനാ ഇതൊക്കെ? ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടെ കാണുന്നതൊക്കെ ക്യാമൽസിൻ്റെ ഫാമുകളാണ്. അങ്ങനെ ഞങ്ങൾ സൽവാ ബീച്ച് റിസോർട്ടിൻ്റെ ബോർഡൊക്കെ കണ്ടു തുടങ്ങി.
അങ്ങനെ ഞങ്ങൾ സൽവ ബീച്ച് റിസോർട്ടിലേക്ക് എൻ്റർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഹിൽട്ടൺ സൽവ റിസോർട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു സ്റ്റേക്കേഷന് വന്നിരിക്കുകയാണ്. അപ്പോൾ വെൽക്കം ടു അവർ ന്യൂ ഇയർ വ്ലോഗ്. ഹലോ ഗൈസ്, അപ്പോൾ ഇത് റിസപ്ഷൻ ഏരിയ ആണ്. അപ്പോൾ ആദ്യം തന്നെ കയറിയപ്പോൾ തന്നെ ഇവിടെ ഒരു വലിയൊരു ക്രിസ്മസ് ട്രീ ആണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങളിപ്പോൾ റൂം ചെക്ക് ഇൻ ചെയ്യേണ്ട പ്രോസസ്സിലോട്ട് പോവുകയാണ്. ഇവിടെ ഒരു വെൽക്കം ഡ്രിങ്ക് റിസപ്ഷൻ ഏരിയയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ട്രൈ ചെയ്യാൻ പോവുകയാണ്. വെൽക്കം ഡ്രിങ്കിൻ്റെ കൂടെ കുക്കീസും പിന്നെ ഡേറ്റ്സും തന്നിട്ടുണ്ടായിരുന്നു. സിയ ഒരു സ്ലീപ്പി ഫുഡായതുകൊണ്ട് അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. എന്നപ്പം യാത്ര ഭയങ്കര ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് അവൻ ഭയങ്കര ടയേർഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂം ചെക്ക് ഇൻ ചെയ്തു. ഞങ്ങൾ ഇപ്പോൾ റൂമിലോട്ട് പോവുകയാണ്. ഇവിടെ ഞങ്ങൾ പണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ സ്ഥലമെല്ലാം ഭയങ്കര ഫെമിലിയർ ആയിരുന്നു. സോ ഇത് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് റൂം. അപ്പോൾ ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ നടന്ന് അറ്റ് ലാസ്റ്റ് റൂമിലെത്തി.
നമ്മൾ ഡോറ് തുറന്ന് ഔട്ട്ഡോർ ഭയങ്കര നല്ല വ്യൂ ആയിരുന്നു ഇവിടെ നിന്ന് ബീച്ചിലോട്ട്. ഞങ്ങളിപ്പോൾ ബീച്ചിൽ സൺസെറ്റ് കാണാൻ പോവുകയാണ്. അങ്ങനെ ന്യൂ ഇയർ ഡേയുടെ ആദ്യത്തെ സൺസെറ്റ് നമ്മൾ കണ്ടു. അതിന്റെ കണ്ണട എടുത്തില്ല. ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുള്ളും ഭയങ്കര ശാന്തമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. സൺസെറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. There was a lot to do here. ഇവിടെ സ്വിമ്മിങ്, എന്താ ഇൻഫിനിറ്റി പൂൾ തൊട്ട് ബീച്ച് സ്പോർട്സ്, പിന്നെ സ്പാ ട്രീറ്റ്മെൻറ്റ്, പിന്നെ കിഡ്സ് ക്ലബ്ബ്. ദർ വാസ് എ ലോട്ട് ടു എക്സ്പ്ലോർ ആൻഡ് ഇറ്റ് വാസ് സോ ഫൺ ആൻഡ് ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് ആക്ച്വലി. കോൾഡൊക്കെ ആണല്ലേ, നല്ല കോൾഡാണ്. നല്ല കോളല്ല, നല്ല തണുപ്പാണ്. അപ്പോൾ ഇവിടെ കുറേ ഇരിക്കാൻ എനിക്ക് സമ്മറിൽ ഇവിടെ ആളുകൾ കുറേ കൂടുതലായിട്ട് വരുന്നുണ്ടാവും. ഇതൊരു ഒരു ബോട്ടിങ്ങിന് വെള്ളം പേടിയാണോ? ഇങ്ങോട്ട് നോക്ക്. അപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പാണ്. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളൊന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങൾ ഇത് സൺസെറ്റൊക്കെ ഇപ്പം കണ്ടു. പിന്നെ കുറച്ച് അവിടെ ചില്ല് ചെയ്തു, റിലാക്സ് ചെയ്തു. പൂളിൻ്റെ ആക്സസബിൾ ടൈം ടിൽ 6:30 വരെയാണ്. ഇന്ന് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകുന്നത് സൂപ്പ് കിച്ചണിലാണ്. ഇത് ഇൻ്റർനാഷണൽ ക്യൂഷൻ അവൈലബിൾ ആണ്. പിന്നെ അപ്പുറത്തെ നെക്സ്റ്റ് ടു സൂപ്പ് കിച്ചൺ വേറൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഡാൻഡിയൽ. ഈ റെസ്റ്റോറൻറ്റ് ഇറ്റാലിയൻ ക്യൂഷനാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇൻ്റർനാഷണൽ ക്യൂഷൻ ട്രൈ ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മൾ സൂപ്പ് കിച്ചണിലോട്ട് പോകുന്നത്. സോ ഗൈസ്, ലെറ്റ്സ് എക്സ്പ്ലോർ. വേണ്ട കേട്ടോ. Good evening. Good evening. What's this? എന്താ അത്? Go inside. Change location. ഇവിടെ എന്താ ചെയ്യുന്നത്?
സ്പെഗറ്റി എടുത്തിട്ടുണ്ട്, പാസ്ത എടുത്തിട്ടുണ്ട്, മജുബൂസിൻ്റെ റൈസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഇത് പാലക് പനീർ, സൂഷി ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ സാധാരണ എനിക്ക് സൂഷി അത്ര ഇഷ്ടമല്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം എടുത്തിട്ട് എല്ലാം ട്രൈ ചെയ്ത് നോക്കണതാണ് ഇതൊക്കെയ ഓൾമോസ്റ്റ്. ഇലയൊക്കെയാണല്ലോ. ടർക്കിഷ് ബീഫ് ഉണ്ടല്ലേ, അടിപൊളിയാണ്. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദ ഫുഡ് വാസ് അടിപൊളി. എന്തായാലും ഈ റിസോർട്ടിൽ ഒരു അമേസിങ് റെസ്റ്റോറൻ്റാണിത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർനാഷണലും പിന്നെ ലോക്കൽ ഡിഷസും സെർവ് ചെയ്യുന്നുണ്ട്. സോ ഐ ജസ്റ്റ് ലവ് ഇറ്റ്. ആണോ ആണോ ഓക്കെ. ഇഷ്ടായോ? ചിക്കനോ? ഇതെന്താ കഴിക്കുന്നേ? സ്റ്റിക്കോ? ഓക്കെ. എന്തത്? ഇഷ്ടായോ? അതിലേക്ക് നോക്കട്ടെ. ഇതെന്തത്? ഇഷ്ടായോ? ഇല്ല. എന്താ കളി? എന്താ കുടിക്കുന്നേ? എന്താ പറയണേ? എന്താ കഴിക്കുന്നേ? ആണോ? തണുപ്പത്ത് ഐസ്ക്രീം കഴിക്കാൻ പാടുമോ? ആണോ? ഫുഡൊക്കെ കഴിച്ചു. സോ ഗൈസ്, അപ്പോൾ ഈ റെസ്റ്റോറൻ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇറ്റാലിയൻ കുഷൻ ഉള്ളത്. ഇത് ഡാൻഡി എന്നാണ് ഈ റെസ്റ്റോറൻറ്റ് പേര്. സോ എനിക്ക് എന്തായാലും ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് നൈസ് ബിക്കോസ് വി ജസ്റ്റ് ലുക്ക് ആഫ്റ്റർ ലൈക്ക് ഓൾ ദ ഡിഷസ് ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് സിമിലർ ടു സൂപ്പ് കിച്ചൺ, ബട്ട് ഇറ്റ് ഹാഡ് മോർ ലൈക്ക് ഡിഷസ് ഉണ്ടായിരുന്നു. ലൈക്ക് പിസയൊന്നും സൂപ്പ് കിച്ചണിൽ കണ്ടിട്ടില്ല. പക്ഷേ ഈ റെസ്റ്റോറൻറ്റ് ആക്ച്വലി ഇറ്റ്സ് ഇറ്റാലിയൻ ഒബിയസ്ലി. സോ അതുകൊണ്ട് ഈ റെസ്റ്റോറൻറ്റിൽ പിസയൊക്കെ ഉണ്ട്. സോ അതായിരുന്നു എനിക്ക് മെയിൻലി ഡിഫറൻസ് കണ്ടിട്ടുള്ളത്. എന്തായാലും ഞങ്ങൾ റൂമിലോട്ട് ഇപ്പം പോവുകയാണ്. ഡേ 1 അറ്റ് ഹിൽട്ടൺ സൽവ ബീച്ച് റിസോർട്ട് ഒരു അടിപൊളി ദിവസമായിരുന്നു. ബീച്ച്, റൂം, പിന്നെ ഫുഡ്, എവറിത്തിങ് ഇറ്റ് വാസ് അടിപൊളി. അപ്പോൾ നാളെ ടുമാറോ ഐ വിൽ എക്സ്പ്ലോർ മോർ ഓഫ് ദിസ് റിസോർട്ട്. സോ ഓഫ് കോഴ്സ് എൻജോയ് മോർ ഡെലിഷ്യസ് ഫുഡ്. അപ്പോൾ അതുവരെ സ്റ്റേ ട്യൂൺഡ് ഫോർ day 2 of my adventure here. So thank you for watching.